വിഷ്ണുമായ സ്വാമിയുടെ പൂജകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഏത് കാര്യവും നേടിയെടുക്കാമെന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാതും മാനസികപരമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. മനസ്സിൻ്റെ കളിയാണ്, ചിന്തകളുടെ കളിയാണ്. അപ്പോൾ നമ്മളുടെ മൈൻഡ് പവർ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ വിഷ്ണുമായ സ്വാമിക്കും ചാത്തന്മാർക്കും നിവേദ്യങ്ങൾ കൊടുക്കുക, ഹോമങ്ങൾ ചെയ്യുക, പൗർണമി പൂജ, അമാവാസി പൂജ, ഇങ്ങനെയുള്ളൊരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അങ്ങനെയുള്ള ഒരു എനർജി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു എനർജി ലെവൽ ഉള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഇഷ്ടദേവന് നമ്മളാൽ സാധിക്കുന്ന ഒരു വഴിപാട് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചെന്തായി, നമ്മുടെ മൈൻഡ് അതിന് തയ്യാറായി എന്നാണ് അർത്ഥം. നമ്മളതിനെ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു കാലയളവുണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരുപാട് പിള്ളേർ പഠിക്കുന്നുണ്ടാവും. അവിടെ ഒരു ടീച്ചർ ഒരേ ക്ലാസ് റൂം തന്നെയായിരിക്കും, പക്ഷേ റിസൾട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കും. കാരണം എന്താ, സബ്ജക്റ്റ് സെയിമാണ്, ടീച്ചർ സെയിമാണ്, ക്ലാസ് സെയിമാണ്, കുട്ടികളാണ് വ്യത്യസ്തമായിരിക്കുന്നത്. കുട്ടികൾ എങ്ങനെ ആ ടീച്ചർ പകർന്നു നൽകുന്ന നോളജ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ റിസൾട്ട്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്ന കുട്ടികൾ എന്താവും, അതിന് വേണ്ടിയുള്ള ഏകാഗ്രത ഉണ്ടാവും, അത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് പൂജകളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു എനർജി നമ്മളിലേക്ക് സ്വീകരിക്കുകയും നമ്മളത് വിശ്വസിക്കുകയും ആ പ്രോസസ്സിൻ്റെ ഭാഗമാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഏത് കാര്യവും നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് എൻ്റെ അനുഭവമാണ്. അതിന് ബിഹൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന സത്യസന്ധമായ കാര്യം ഞാൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത് കൃത്യമായ ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്രയും പവർഫുള്ളാണ് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകളും അതിൻ്റെ ടൈമിങ്ങും അതിന് കൊടുക്കുന്ന നിവേദ്യങ്ങളും ആ സങ്കല്പക്കും ഭയങ്കര പവർഫുള്ളാണ്. നമ്മുടെ മനസ്സിന് അത്രയ്ക്കധികം ശക്തി നൽകുന്ന പ്രോസസ്സാണത്. അപ്പോൾ ആ പ്രോസസ്സ് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ട്രസ്റ്റ് ചാരിറ്റബിൾ എന്ന് പറയുന്ന കാര്യം ആൾക്കാരിലേക്ക് അവരെ പരമാവധി ഇതിനെ ബോധ്യപ്പെടുത്തി കൃത്യമായിട്ട് അത് മനസ്സിലാക്കി നിങ്ങളൊന്ന് പിടിച്ചു നിന്ന് അത് കൃത്യമായി ആ ട്യൂണിങ് പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അതാത് കാലയളവിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് പറയുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം വന്ന ആ പ്രശ്നത്തിൽ നിന്ന് കയറി വരാൻ 1, 2, 3, 4, 5 വർഷം എടുക്കേണ്ട സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഓവർകം ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. 5 വർഷം എടുക്കുന്ന ഒരു കാര്യത്തെ 1 വർഷം കൊണ്ട് ഓവർകം ചെയ്ത് അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പവർ കിട്ടുമ്പോൾ മാത്രമാണ്, എക്സ്ട്രാ ഒരു ബൂസ്റ്റിംഗ് കിട്ടുമ്പോഴാണ്. ഇത് ആൾക്കാരിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലപ്പോൾ അവർ പരസ്യമാണെന്ന് തെറ്റിദ്ധരിക്കും. ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ പൂജകൾ ചെയ്തു കൊടുക്കുക, എന്നിട്ട് അതൊരു പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ചിന്തയുണ്ടാവും. ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ഇവിടെ പൂജകൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടെ പോയിട്ട് നിങ്ങൾ പൂജ ചെയ്യണമെന്നോ ഉള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ എന്തും ഭഗവാൻ ഒരു വഴിപാട് നൽകുക, അല്ലെങ്കിൽ ഒരു ദക്ഷിണ നൽകുക, അല്ലെങ്കിൽ ഒരു കാണിക്ക നിങ്ങളുടേതായിട്ട് മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആദ്യം എന്തുണ്ടാവും, ഞാൻ ഭഗവാന് വേണ്ടി എൻ്റെ മനസ്സർപ്പിച്ചു, എൻ്റെ ശരീരം അർപ്പിച്ചു, എന്നാൽ കഴിയുന്ന രീതികളിലുള്ള കാര്യങ്ങൾ എൻ്റെ ഭഗവാന് ഞാൻ ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ടാവുന്നിടത്താണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താവുള്ളൂ, വിശ്വാസത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയുടെ തലത്തിലേക്ക് നിങ്ങൾ ഉയരുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ അമ്പലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ വഴിപാടുകളും പൂജകളും പൂജാ പ്രോസസ്സുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ഏകാഗ്രത ആക്കാനും അതിനുവേണ്ടി നമ്മളെ തയ്യാറാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അത് പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ ഭയങ്കര പവർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരായിട്ട് വരണം. അല്ലാതെ കുറേ പണം തന്നിട്ട് എൻ്റെ കാര്യം ഇന്ന ദിവസം നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ നമ്മൾ ചെയ്യുകയും നിങ്ങൾ വഴിപാടുകൾ സമർപ്പിക്കുകയും നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി പരീക്ഷ എഴുതന്നെ വേണം.
പരീക്ഷ എഴുതിയാൽ തന്നെ പാസ്സാവുള്ളൂ. അല്ലാതെ എന്ത് തരത്തിലുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടെങ്കിലും ആ വ്യക്തിക്ക് ഭയങ്കരമായ ബുദ്ധിയുണ്ട്, എല്ലാത്തിനും കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടും. പക്ഷെ പരീക്ഷ ഞാൻ എഴുതിയില്ലെങ്കിൽ എന്താവും? ആ കുട്ടി തോൽക്കും. അപ്പോൾ പരീക്ഷ എഴുതണം എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തേ പറ്റൂ. അത് ചെയ്താൽ നിങ്ങൾ വിജയിക്കും, അത് 100% ഉറപ്പാണ്. അത് നിങ്ങളിലേക്ക് ഒരു നോളജായിട്ട്, ഒരു അറിവായിട്ട് നൽകുക എന്നുള്ളതാണ് പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠത്തിൻ്റെ ലക്ഷ്യം. എല്ലാവരും വിജയിക്കട്ടെ.